ഏതായാലും പി വി അൻവർ MLA ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് രംഗത്തെത്തിയിട്ട് മലപ്പുറത്തും പാലക്കാടും എറണാകുളത്തുമൊക്കെ മാർച്ച് നടത്തി. അതിലെല്ലാം സംഘർഷവും ഉണ്ടായി. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. മലപ്പുറത്തെയും എറണാകുളത്തെയും SP ഓഫീസുകളിലേക്ക് നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയ വാക്കേറ്റവും ഉണ്ടായി. പോലീസിന് നേരെ ചെരുപ്പും കൊടികളും എറിഞ്ഞു. കോഴിക്കോട് പാലക്കാട് ദേശീയപാത പ്രവർത്തകർ ഉപരോധിക്കുകയുണ്ടായി. പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. മുബഷിർ പി അക്ബറും സൈഫുന്നിസ അലിയാറും നൽകും വിവരങ്ങൾ. ആദ്യം സൈഫുന്നിസയിലേക്ക്. സൈഫുന്നിസ, കൊച്ചിയിൽ വലിയ രീതിയിലുള്ള വാക്കേറ്റവും സംഘർഷവും ഒക്കെയാണ് നമ്മൾ കണ്ടത്. ഏതായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അന്വേഷണം ആവശ്യമാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കൂടുതൽ പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണെന്ന് വ്യക്തമാക്കുന്നു. വിനീത വേണു, പോലീസിലെ ക്രിമിനലുകളെ സംരക്ഷിക്കുകയും ഒപ്പം തന്നെ ലൈംഗിക അതിക്രമ കേസിൽ പ്രതിയായ മുകേഷ് MLAക്ക് സംരക്ഷണം ഒരുക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എറണാകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. എറണാകുളം DCC ഓഫീസിൽ നിന്ന് തുടങ്ങിയ മാർച്ച് ജനറൽ ആശുപത്രിക്ക് സമീപം വെച്ച് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടയുകയായിരുന്നു. പിന്നീട് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പ്രകോപിതരായ പ്രതിഷേധക്കാർ പിന്നീട് പോലീസിന് നേരെ കൊടികളും ഒപ്പം തന്നെ ചെരുപ്പും വലിച്ചെറിയുന്ന സാഹചര്യം ഉണ്ടായി. അഡ്വക്കേറ്റ് A ജയശങ്കർ ആയിരുന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അധ്യക്ഷരായിരുന്നത് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസുമായിരുന്നു. കടുത്ത വിമർശനമാണ് മുഖ്യമന്ത്രിക്കും സർക്കാരിനും നേരെ ഇരുവരും ഉയർത്തിയത്. ഇതിന് പിന്നാലെയായിരുന്നു പ്രതിഷേധം അക്രമാസക്തമായത്. ആദ്യം ബാരിക്കേഡുകൾ മറിച്ചിടാനായി ശ്രമിച്ചു. പിന്നീട് പോലീസ് ഇത് തടയുകയും ചെയ്തു. പിന്നീട് ജനറൽ ആശുപത്രിയുടെ കോമ്പൗണ്ടിലൂടെ ചില വനിതാ പ്രവർത്തകർ മറുവശത്തേക്ക് കടക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് നേതാക്കൾ ഇടപെട്ട് ഇത് തടയുകയും ചെയ്തു. പിന്നീട് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് പിരിഞ്ഞു പോകാൻ നിർദ്ദേശം നൽകി. എന്നിട്ടും പിരിഞ്ഞു പോകാത്ത പ്രതിഷേധക്കാരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുകയും ചെയ്തു. ഇതിൽ ഒരു പ്രവർത്തകന്റെ ഷർട്ട് കീറിയതിനെ തുടർന്ന് വീണ്ടും പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും ചെയ്തു. എന്തായാലും പോലീസ് പ്രതിഷേധക്കാരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ പ്രദേശം ശാന്തമാക്കുകയും ചെയ്തു. വിനീത, മുബഷിർ കൂടി ചേരുന്നു. മുബഷിർ, മലപ്പുറത്ത് എങ്ങനെയായിരുന്നു പ്രതിഷേധം? മലപ്പുറം SP ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചത്. ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. DCC പ്രസിഡന്റ് VS ഷോയി ഉദ്ഘാടന പ്രസംഗം നടത്തിയതിനു ശേഷമായിരുന്നു അപ്രതീക്ഷിതമായി പോലീസിനെതിരെ അല്ലെങ്കിൽ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് SP ഓഫീസിലേക്ക് കടന്നു കയറാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിച്ചത്. ഇതോടെ സംഘർഷം ഉണ്ടാവുകയായിരുന്നു. ബാരിക്കേഡുകൾ മറികടന്നുകൊണ്ട് അപ്പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നു. ഇതിനിടയിൽ അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന മലപ്പുറം ക്രൈം പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ കടന്നു. അതോടുകൂടിയാണ് സംഘർഷം ആരംഭിച്ചത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി. അതോടെ അവിടെ എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് ഇത്തരത്തിൽ അകാരണമായി മർദ്ദിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് റോഡ് ഉപരോധിക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. എന്തായാലും 5ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. വിനീത, മുബഷിറും സൈഫുന്നിസ അലിയാറുമാണ് വിവരങ്ങൾ നൽകിയത്.